രാജ്യ തലസ്ഥാനമായ ഡൽഹിയുടെ മുഖമുദ്രകളിൽ ഒന്നാണ് ജമാ മസ്ജിദ്. 3.5 നൂറ്റാണ്ടിനു മുൻപ് പടുത്തുയർത്തപ്പെടുമ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ പള്ളി എന്ന ഖ്യാതി ജമാ മസ്ജിദിനുണ്ടായിരുന്നു. ഇന്നും അതേ തലയെടുപ്പോടെ നിലകൊള്ളുന്ന ജമാ മസ്ജിദ് ഡൽഹി സന്ദർശിക്കുന്ന സഞ്ചാരികളെ വിസ്മയിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. പഴയ ഡൽഹിയുടെ പഴയ പേര് ഷാജഹാനാബാദ് എന്നായിരുന്നു. മുഗൾ ചക്രവർത്തിയായ ഷാജഹാന്റെ സാമ്രാജ്യ തലസ്ഥാനം. ഷാജഹാൻ ചക്രവർത്തിയുടെ കാലത്ത് അവസാനമായി പൂർത്തീകരിക്കപ്പെട്ട മനോഹര നിർമ്മിതിയാണ് ജമാ മസ്ജിദ്. 3 കവാടങ്ങളാണ് ഈ പള്ളി സമുച്ചയത്തിന്. അവിടേക്കെത്തുന്നത് തിരക്കേറിയ മാർക്കറ്റിലൂടെ. എന്തും കിട്ടുന്ന മാർക്കറ്റ് എന്നാണ് ഒരു കച്ചവടക്കാരൻ പറയുന്നത്. ഡ്രോൺ ക്യാമറകൾ മുതൽ സോഡ സർബത്ത് വരെ കിട്ടുന്ന കടകളാൽ തിങ്ങി നിറഞ്ഞ മാർക്കറ്റിലൂടെ നടക്കുന്നത് ഒരു അനുഭവമാണ്. ചെറു കടകളുടെ താൽക്കാലിക മേൽക്കൂരകൾക്ക് മീതെ കാലത്തോടൊപ്പം നിലനിന്നു പോരുന്ന മസ്ജിദിന്റെ കവാടങ്ങൾ കാണാം. ചെറിയ കുന്നായ ബോജ്ല പഹാഡിയുടെ മുകളിലാണ് ജമാ മസ്ജിദ് നിലകൊള്ളുന്നത്. കവാടങ്ങൾക്ക് മുന്നിൽ വിശാലമായ പടവുകൾ. വിശ്വാസികളും സഞ്ചാരികളും പടവുകളിലിരുന്ന് തിരക്കേറിയ ജീവിതത്തിന് ഒരു വിശ്രമം നൽകുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ മസ്ജിദിലേക്കുള്ള റോഡിൽ ജീവിതം തിരക്കിലോടുന്നത് കാണാം. ചുവന്ന കല്ലുകൾ കൊണ്ടാണ് ജമാ മസ്ജിദിന്റെയും നിർമ്മാണം. 3 നിലകളുള്ള ഈ കിഴക്കൻ കവാടത്തിലൂടെയായിരുന്നു മുഗൾ വംശജർ പള്ളിക്കുള്ളിലേക്ക് എഴുന്നള്ളിയിരുന്നത്. കോട്ടയുടേതെന്ന പോലെ കനത്ത വാതിലുകളും മതിലുകളുമാണ് ഈ കവാടങ്ങൾക്കുള്ളത്. ഉള്ളിലെ വിശാലമായ ഹാളിലെ കമാനങ്ങളും മേൽക്കൂരയുടെ കൊത്തുപണികളും ആസ്വദിച്ചു നടക്കാം. വിസ്മയകരമായ ഭംഗിയാണ് ജമാ മസ്ജിദിന്. കവാടം കടന്നെത്തുന്നത് വിശാലമായ അങ്കണത്തിൽ. വിശേഷ ദിവസങ്ങളിൽ 25,000 ആൾക്കാരെ വരെ ഉൾക്കൊള്ളാൻ ജമാ മസ്ജിദിന് കഴിയും. പള്ളി സമുച്ചയത്തിന്റെ ഹൃദയഭാഗത്തായി 2 പടുകൂറ്റൻ മിനാരങ്ങളും കുംഭഗോപുരങ്ങളുമായി ജമാ മസ്ജിദ് ഇതാ നിലകൊള്ളുന്നു. 360 വർഷമായി ഡൽഹിയുടെ ഓരോ ചലനത്തിനും മൗനസാക്ഷിയാണ് ജമാ മസ്ജിദ്. മുഗൾ ഭരണത്തിന്റെ നല്ല കാലവും പതനവും ബ്രിട്ടീഷുകാരുടെ കിരാതവാഴ്ചയും ഏറെ സമരങ്ങളും ജമാ മസ്ജിദിന്റെ മുന്നിലൂടെ കാലത്തോടൊപ്പം ഒഴുകിപ്പോയി. ചുവന്ന ചന്ദനച്ചിലകൾക്ക് മാത്രം മാറ്റമില്ല. മറ്റ് മസ്ജിദുകളെക്കാൾ ജമാ മസ്ജിദിനെ വ്യത്യസ്തമാക്കുന്നത് വെള്ള മാർബിൾ കൊണ്ടുള്ള കുംഭഗോപുരങ്ങളാണ്. മാർബിൾ ഇടകലർത്തിയുള്ള നിർമ്മാണം കാഴ്ച ഭംഗിയേറ്റുന്നു. 10 ലക്ഷം രൂപയായിരുന്നു അന്നത്തെ നിർമ്മാണ ചെലവ്. 6 വർഷം കൊണ്ട് 5000 തൊഴിലാളികൾ ചേർന്നാണ് ജമാ മസ്ജിദ് പൂർത്തീകരിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മോസ്കുകളിൽ ഒന്നാണ് ജമാ മസ്ജിദ്. ലോകത്തെ പ്രതിഫലിപ്പിക്കുന്ന മോസ്ക് എന്നാണ് ഷാജഹാൻ ഈ പള്ളിയെ വിശേഷിപ്പിച്ചത്. നിസ്കാര ഹാളിലേക്ക് വിശ്വാസികൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. അടിത്തറ വെള്ള മാർബിൾ കൊണ്ടുള്ളതാണ്. ആകർഷകമായ കൊത്തുപണികളും കമാനങ്ങളും ആസ്വദിച്ച ശേഷം മിനാരങ്ങൾക്ക് മുകളിലേക്ക് നടക്കാം. ഒറ്റ നിലയുള്ള നിർമ്മിതിയുടെ ഇരുവശങ്ങളിലുമായി 2 പടുകൂറ്റൻ മിനാരങ്ങളുണ്ട്. 135 അടിയാണ് ടവറുകളുടെ ഉയരം. അതിലേക്ക് കയറാൻ ഒരാൾക്ക് 100 രൂപയാണ് ടിക്കറ്റ്. ഒരാൾക്ക് സുഖമായി നടന്നു കയറാനുള്ള വീതിയുള്ള പിരിയൻ ഗോവണിയും കല്ലുകൊണ്ടാണ്. മുകളിൽ ചെന്നാൽ ഡൽഹി നഗരത്തിന്റെ വിശാലമായ കാഴ്ച കാണാം. ഒരുപക്ഷെ ഡൽഹിയെ ഇത്രയും ഉയരത്തിൽ നിന്ന് കാണാൻ വേറെ എവിടെയും അവസരമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. ജമാ മസ്ജിദ് സന്ദർശിക്കുമ്പോൾ തീർച്ചയായും ഈ മിനാരത്തിൽ കയറണം. തിരികെ നഗരത്തിലേക്ക് ഇറങ്ങുമ്പോൾ മനസ്സിലാകും ജമാ മസ്ജിദിന്റെ ശാന്തി. ലോകത്തെ ഏറ്റവും ബഹളമയമായ നഗരത്തിൽ ശാന്തതയുടെ പ്രതീകമായി നിലകൊള്ളുകയാണ് ജമാ മസ്ജിദ്. ട്രാവൽ ഇൻഫോ. സായന്തനമാണ് നല്ല സന്ദർശന സമയം. മാർക്കറ്റിൽ നിന്ന് ഇലക്ട്രോണിക് സാധനങ്ങൾ വാങ്ങാതിരിക്കുക. വെള്ളം നല്ല ബ്രാൻഡ് തന്നെ നോക്കി വാങ്ങുക. അടുത്തുള്ള മറ്റ് ടൂറിസം കേന്ദ്രം ചെങ്കോട്ട.